1 സാമുവേൽ 2-ാം അധ്യായം 9-ാം വാക്യം. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. നമ്മുടെ കാൽ ചുവടുകളുടെ നീക്കങ്ങളെല്ലാം ഒരു സംരക്ഷണ വലയത്തിലാണ്, കവറേജിലാണ് എന്ന് വചനം പറയുക. അത് തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങൾ അവിടുന്ന് കാക്കും. അപ്പോൾ നമ്മുടെ ഈ വചനം തരുന്നൊരു ബലം എന്താ അറിയോ? നീ കർത്താവിൻ്റെ വിശ്വസ്തനാണോ എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുവടുവെപ്പും സുരക്ഷിതമായിരിക്കുമെന്ന വചനം പറയുക. അപ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത അനുഭവത്തിലാണോ നമ്മുടെ ജീവിതം? അവൻ പറയുന്നതൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും പ്രിയവുമായി സ്ഥാനം കൊടുക്കുന്ന ജീവിതമാണോ നമ്മത്? അവന് നമ്മുടെ ജീവിതത്തിൽ തക്കതായ ഒരു സ്ഥാനം, ഉന്നതമായ സ്ഥാനം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ ദൈവപൈതലെ നിൻ്റെ ജീവിതം സുരക്ഷിതമായ ജീവിതമായിരിക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുവടുവെപ്പ് അനുഗ്രഹമായിരിക്കും. നീ നിരാശപ്പെടുകയില്ല. നിൻ്റെ ജീവിതം മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ, മറ്റൊന്നും കവർന്ന് ജീവിതം നശിപ്പിക്കാനിടയാകാതെ, ശത്രുവിനൊരു സ്പേസ് പോലും കൊടുക്കാതെ നിൻ്റെ ജീവിതത്തെ കർത്താവ് സുരക്ഷിതമാക്കുന്നു എന്ന് വചനത്തിൻ്റെ അർത്ഥം തരുന്നത്. നിൻ്റെ ഇന്നത്തെ ചുവടുവെപ്പ്, നിൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം അനുഗ്രഹമാവട്ടെ. നീ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ഇടങ്ങളും സുരക്ഷിതമായ വഴികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കാർന്നു തിന്നാനായി, നിന്നെ തകർക്കാനായി വഴി ഇടങ്ങളിൽ കാത്തു നിൽക്കുന്ന എല്ലാ ശത്രു അനുഭവങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ. നിൻ്റെ ജീവിതവും നിൻ്റെ ജീവിത വഴികളും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് വിശ്വസിക്കാം. ആമേൻ.